കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ഞാൻ സമ്മതിക്കില്ല മര്യാദ എന്നെ ഇടിച്ചോളൂ ആണല്ലേ? റോബിൻ ചേട്ടൻ അങ്ങനെ അറിയില്ല. ഞാനിപ്പോ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പാട്ടൊക്കെ പാടി ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ ഇവിടെ എടുത്ത് പൊക്കി ഞാൻ ഇവിടെ ആകെ റൊമാൻസ് എന്ന് വിചാരിച്ചു. അതെ, ഞാൻ കഷ്ടപ്പെട്ട് പാടി. അതും ഓവർ ടൈം കഴിഞ്ഞ് നൈറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വൈബ് പറഞ്ഞ അവിടെ പോയി ചേട്ടൻ്റെ പെർമിഷൻ എടുത്ത്. ആ പാവം ചേട്ടൻ 3 മണി വരെ തുറന്നു വെച്ചത് എനിക്ക് വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് ഫ്രണ്ട്സായിട്ട് പോയിട്ട് വീഡിയോ എടുത്ത് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് എല്ലാം ചെയ്ത് ആനിവേഴ്സറി അന്ന് വലിയ LED ഇട്ടിട്ട് കാണിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ റോബിൻ ചേട്ടൻ ഇങ്ങനെ നിൽക്കുക. ഇതെന്താ സംഭവം? ഞാൻ എന്തേലും ഇപ്പൊ റിയാക്ഷൻ കാണുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ നോക്കി നിൽക്കുക. അതെ, 2 ക്യാമറ അവിടെ നിന്ന് ഇവിടെ നിന്ന് നിൽക്കുന്നത് ഞാനിങ്ങനെ കണ്ട് പാട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യാൻ, തുള്ളി ചാടാൻ പറ്റൂലല്ലോ. കഷ്ടപ്പെട്ടിട്ട് അത് എനിക്ക് എന്ത് കോംപ്ലക്സ് ആയിരുന്നു അറിയാം. എനിക്ക് മീൻസ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയാണ് പാടുന്ന പോലെ അഭിനയിക്കണത്. അപ്പൊ ഒറിജിനൽ അല്ലാതെ എനിക്ക് ഇങ്ങനെ അഭിനയിക്കുമ്പോ അയ്യോ ഇത് എന്താ കാണിക്കുന്നതൊക്കെ. എന്താണെന്നറിയോ, ഇപ്പൊ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ റൊമാൻറ്റിക് എന്ന് പറയുന്നത് എക്സ്പ്രസീവ് ആണ്. പക്ഷെ അല്ല, അങ്ങനെയല്ല. ഈ ചിലപ്പോ സിനിമകളിലൊക്കെ കാണുന്ന കണക്ക് അല്ല, സിനിമയിൽ ഒരു പാറ്റേൺ ഉണ്ട്, ഇങ്ങനെ കാണിച്ചാലേ അത് റൊമാൻസ് ആവുള്ളൂ എന്നുള്ളത്. പക്ഷെ അത് എല്ലാ ഒരു ഇൻഡിവിജ്വലിനനുസരിച്ച് മാറത്തില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാനിപ്പം ബേസിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ റൊമാൻറ്റിക് ആണോന്ന്. ആണ്, ചില സമയങ്ങളിൽ റൊമാൻറ്റിക് ആണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നൈറ്റൊക്കെ വിടും എന്നല്ലാതെ, അതല്ലാതെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് എൻ്റെ വീട്ടിൽ. പക്ഷെ റോബിൻ ചേട്ടൻ ചില സമയത്തൊക്കെ എനിക്ക് നൈറ്റ് ഡ്രൈവ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും പോവാം, നീ വേഗം റെഡി ആവുക. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സ് അവരാരും അങ്ങനെയല്ല. കാരണം ഇത്ര ടൈം കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവക്ക് ഈ പാലാരിവട്ടം പാലം ഇഷ്ടമാണെന്ന് പറഞ്ഞ് 10 പ്രാവശ്യം ഞാൻ രാത്രി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെന്ന് മാത്രം പറയും. ഞാൻ ഒട്ടും റൊമാൻറ്റിക് അവസരം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്. ഞാൻ പറയാം, ഞാൻ അതെന്താന്നറിയോ, പണ്ട് ആ പാലം കയറി ഇറങ്ങുമ്പോ പണ്ട് മറ്റേ വിജനതയിൽ ആ പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഭയങ്കര സ്ട്രെസ് പോകുമ്പോ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പാലം കയറി ഇറങ്ങുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ എന്തോ ഇങ്ങനെ ഭയങ്കര ഒരു ഫീല് വരാറുണ്ട്. ഞാൻ കുളിക്കുമ്പോ 2 മണി തൊട്ട് 2:30 വരെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയല. എനിക്ക് ഇങ്ങനെ പാലം കയറി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പണ്ട് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. കയറി ഇറങ്ങി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര നടക്കാൻ പോവാണെങ്കിൽ ഞാനത് നടക്കണത് ഇമാജിൻ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ പാർട്ട്ണർ വരുമ്പോൾ ആളും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് അതൊക്കെ ശരിയാട്ടോ. എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പാലത്തേക്കല്ല നൈറ്റ് ഡ്രൈവ് പോകാനാണെങ്കിലും. പിന്നെ എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. റോബിൻ ചേട്ടൻ അറിയാം, ഞാൻ ഇന്ന് വരെ എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള അത് വേണം ഇത് വേണം, എനിക്ക് വലിയ സെലിബ്രിറ്റീനെ കാണും, അങ്ങനെ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഇമോഷണലി ഞാൻ സ്ട്രഗിൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഈ പാലം കയറി ഇറങ്ങിയപ്പോൾ ഇത്ര വലിയ പണിയുള്ള കാര്യമാണോ? ഞാൻ പാരീസിൽ പോയിട്ട് അവിടുത്തെ ടവർ കാണണമെന്നല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്തത്. റൊമാൻറ്റിക് ചില കാര്യങ്ങൾ റൊമാൻറ്റിക് ആണ്, ചില കാര്യങ്ങളിൽ പാട്ട് പാടുമ്പോ ഞെട്ടിയില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത പാട്ട് പാടുമ്പോ ഞെട്ടിയില്ലെങ്കിൽ ഒരു മുൻകൂർ വന്നിട്ടുണ്ട്, ഇനി ഞെട്ടിയില്ലെങ്കിൽ തീർന്നു. അപ്പൊ ഞാൻ തന്നു വിടാട്ടാ. ഓക്കെ ഈശ്വരാ, എനിക്കിനി പാലരട്ടം അല്ല, ആ സമയത്ത് പാട്ട് എപ്പോഴാ പ്ലേ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇവളുടെ ചേച്ചിയുടെ കൊച്ചെന്റെ കയ്യിരിക്കുക, മനസ്സിലായില്ല. അപ്പൊ കൊച്ചിനെ എടുത്ത് എറിഞ്ഞിട്ട് ഇവിടെ പോയി പറ്റൂല. പൊക്കിയെടുക്കൊന്നും വേണ്ട, ഞാൻ തമാശക്ക് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഇച്ചിരി കൂടി എക്സ്പ്രസീവ് ആയിട്ട് എന്തെങ്കിലും അങ്ങനൊക്കെ മതി. എന്താ സംഭവം അറിയോ, തലേ ദിവസം ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റുഡിയോയില് സർപ്രൈസ് ഇഷ്ടമേ ഇല്ല റോബിൻ ചേട്ടൻ. എനിക്കാണെങ്കിൽ എനിക്ക് സർപ്രൈസ് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഫ്രണ്ട്സിന് അച്ഛനെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പൊ നോക്കിയാലും ചേട്ടൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും അതുപോലെ ആനിവേഴ്സറി ആണെങ്കിലും എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ട്. എന്നിട്ട് അവരുടെ റിയാക്ഷൻ ഉണ്ടല്ലോ, നമ്മളത് കൊടുത്തിട്ട് അവർ സന്തോഷിച്ചുള്ള റിയാക്ഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവര് സന്തോഷിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് അവർ സർപ്രൈസ്ഡ് ആയി. അങ്ങനെയൊക്കെ ഞാൻ പണ്ട് കുറെ ആഗ്രഹിച്ചത്. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് ഞാൻ അത് ചെയ്യാറുണ്ട്.
എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ ആ റിയാക്ഷൻ ഞാൻ വിചാരിച്ച പോലെ, അതിപ്പോൾ ഞാൻ ഡ്രസ്സ് കൊടുക്കുകയാണെങ്കിലും കസ്റ്റമർ വന്ന് ഡ്രസ്സ് കൊടുത്തിട്ട് അവർ ഇഷ്ടമായി എന്ന് പറഞ്ഞാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഓ പൊടി ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഓവറാക്കണ ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് കിട്ടാറുണ്ട് സാധാരണ. അത് ഒരാളുടെ നിന്ന് ഇച്ചിരി കുറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല, ഒരു 10 വട്ടം ഞാൻ ചോദിക്കും ഇഷ്ടപ്പെട്ടില്ല, ശരിക്കും ഇഷ്ടപ്പെട്ടോ, ഇത് ചോദിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഞാനത്. അത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു സന്തോഷമല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ റിയാക്ഷൻസ് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ അയ്യോ അതെന്ത് ഇനി ഇഷ്ടപ്പെടാനിട്ടാണോ എന്ന് ചിന്തിക്കും, അത്രേ ഉള്ളൂ. കേട്ടല്ലോ റോബിൻ ചേട്ടാ, അടുത്ത പാട്ട്. അല്ല ഞാൻ വേറെ കാര്യം പറയട്ടെ, ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോ വേറൊരാള് മണത്ത് പുറകെ വന്നിട്ടുണ്ടായിരുന്നു, CID മൂസയുടെ പോലെ പാട്ട് പാടാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ അറിയാതെ സീക്രട്ട് ആയിട്ട് അയാളെ വിളിച്ചോണ്ടായിട്ട് പറയാണ്, ചേട്ടാ എങ്ങനെയാ പാട്ട് പാടുമ്പോ റെക്കോർഡ് ചെയ്യാൻ, എനിക്കൊക്കെ പറ്റുമോ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ? ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ അറിഞ്ഞൂടാ, പാടുമ്പോഴത്തേക്ക് മറ്റേ സാധനം ഉണ്ട് ഓട്ടോ ട്യൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് എന്നിട്ട് പറയാം ഒരു പരിധിയൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്ന് പറയും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴേ ഇതിപ്പോ പാടി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അത് പ്ലേ ചെയ്തെന്ന് വെച്ചോ, ഏതെങ്കിലും പബ്ലിക് ഇവന്റിൽ പോകുമ്പോ ആ പാട്ടോടെ പറഞ്ഞ് ഞാൻ തീർന്നു. അല്ല അത് അങ്ങനെയല്ല, ത്രോട്ടിച്ച് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ റോബിൻ ചേട്ടൻ നമുക്കൊരു പാട്ട് പാടിക്കല്ലേ? പോയി എനിക്ക് പാട്ട് അറിഞ്ഞൂടാ, ഫാൻസ് ഒക്കെ വെയിറ്റിംഗ്. ഓക്കെ, ചളി കൂടുതൽ വാരി വിതറുന്നതാരാണ്? ഞാൻ സ്റ്റാൻഡേർഡ് കോമഡി പറയാറുള്ളൂ. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൊടുത്തോ. ചേട്ടാ ഒന്നും പറയാറില്ലല്ലോ. ചളി പറയാറുണ്ടല്ലോ ഇല്ലേ? അങ്ങനത്തെ ചളിയാർന്നിക്ക് മനസ്സിലാവാത്ത. ഓ ഞാൻ പറഞ്ഞതല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വിചാരിച്ചോണ്ടിരിക്കുക. അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി അങ്ങനെ ഒത്തിരി പറയണ പോലെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കും, അതെനിക്കിഷ്ടം. അതിന് മനസ്സിലാക്കിട്ടാണോന്ന് അറിയില്ലട്ടോ, നമുക്ക് റിയാക്ഷൻ വേണ്ടേ? ഇല്ല പക്ഷെ പൊടി കുറച്ച് സ്റ്റാൻഡേർഡ് പറയാം. ഇതെങ്ങനെയാണെന്നറിയോ, പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ അപ്പൊ ഞാൻ അത് പറയും, അതിന് മുന്നേ എന്താ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അല്ലല്ല അങ്ങനെയല്ല, ചില കാര്യങ്ങൾ വെറുതെ മൂളും, കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇടയിൽ നിന്ന് ചോദ്യം ചോദിക്കും, ഞാനിപ്പോ എന്താ പറഞ്ഞു, അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും ആൾക്ക്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ളത് ചോദിക്കും. അത് ശ്രദ്ധിക്കാൻ, ചിലത് വെറുതെ മൂളി കൊടുക്കണതാ, ഒന്നും കേൾക്കാറൊന്നുമില്ല. പകുതിയിലധികം ഞാൻ പറയണ കഥ കേൾക്കാറില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 10 years ആയിട്ട് കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ എന്നാലും കൂടുതലും കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവര്. ഞാൻ ഈ പറയണ കഥ 10 വർഷമായിട്ട് കേട്ടത് തന്നെയാണ് കേൾക്കുന്നത്, പക്ഷെ ആദ്യമായിട്ട് കേൾക്കണ റിയാക്ഷൻ ആയിരിക്കും. റിയാക്ഷൻ എനിക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ ശരി, ഞാനത് ശ്രദ്ധിക്കാം. ഓക്കെ, ഏറ്റവും നല്ല വായി നോക്കി ആരാണ്? രണ്ടുപേരും അതിനെ അധികം വായി നോക്കി, ഞങ്ങള് പരസ്പരം വന്നിട്ടില്ല. സീരിയസ്ലി ഇല്ല. അതിൽ വെച്ചൊക്കെ പറയില്ലേ രണ്ടുപേരും കൂടെ? അങ്ങനെയല്ല, ആരെങ്കിലും ഇതുപോലെ നടന്നു പോകുമ്പോ വണ്ടി ഓടിക്കുമ്പോഴേ എവിടെയെങ്കിലും കണ്ണു പോയി അടുത്തത് ഞാൻ ഇങ്ങനെ നോക്കണ്ടാവും. അല്ല എനിക്ക് ഞാൻ ഓപ്പണായിട്ട് ഒരു കാര്യം പറയാം. അങ്ങനെയല്ല അങ്ങനെയല്ല എങ്ങനെ മനസ്സിലായി? അങ്ങനെയല്ല, വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ പുറത്തു കൊണ്ടുപോകണം. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ണിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൃഷ്ണമണി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കൃഷ്ണമണി ഇങ്ങോട്ട് നോക്കാൻ പറ്റൂല. അപ്പൊ ഒരാളിങ്ങനെ കൊള്ളാല്ലേ, ഞാൻ അവിടെ നോക്കിയത് പറയും കറക്റ്റ്. എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തില്ല. കറക്റ്റ് ഞാൻ എവിടെ നോക്കൂന്നറിയോ ആ സമയത്ത് തന്നെ നോക്കിയിരിക്കും. അത് എപ്പോഴെങ്കിലും ഉള്ളു കേട്ടോ, എപ്പോഴെങ്കിലും റെയർ ആയിട്ട് എപ്പോഴെങ്കിലും ഉള്ളു. നോക്കണത് കുഴപ്പമുണ്ടായിട്ടല്ല, നോക്കണത് ഞാൻ കാണുമ്പോ എന്താണ് റിയാക്ഷൻ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. റിയാക്ഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ഓക്കെ. റീൽസ് ഷെയറിങ് കൂടുതൽ ആർക്കാണ്? അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ കൊടുത്തോ? ഓക്കെ. ഫോട്ടോ ഭ്രാന്ത് അല്ലെങ്കിൽ റീൽസ് ഓളി? രണ്ടുപേരും. റീൽസ് ഇല്ല, രണ്ടുപേരും ഫോട്ടോസ് എടുക്കും. ഞാൻ എപ്പോഴെങ്കിലും എടുത്തോളൂ. ശരിയാ, ഞാനാണ്. വഴക്കിട്ടാൽ വീട്ടിൽ പോയി പരാതി പറയുന്നത് ആരാണ്? ഞാൻ എന്റെ വീട്ടിൽ ഒരിക്കലും പറയില്ല നമ്മൾ വഴക്കിട്ടാല്, പക്ഷെ ചേട്ടന്റെ വീട്ടിൽ പോയി ഞാൻ പറയും അമ്മയുടെ അടുത്ത്. കാരണം അമ്മയും അതായത് അമ്മ എന്നിട്ട് ഭയങ്കര കമ്പനിയാ. അപ്പൊ അമ്മയുടെ അടുത്ത് എല്ലാം ഞാൻ പറയും, എല്ലാ കാര്യം. ഞാൻ ചേട്ടനോട് പറയാത്ത കാര്യങ്ങൾ വരെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യും, അമ്മ എന്റെ അടുത്തും ഷെയർ ചെയ്യും. അപ്പൊ ആ സമയത്ത് ചേട്ടൻ എന്തെങ്കിലും ചെയ്താൽ അത് ഞാൻ അമ്മയുടെ അടുത്താണ് പരാതി പോയി പറയാ. ഓക്കെ. എന്നിട്ട് ആ ചേട്ടന് വഴക്കം കേൾക്കാറുണ്ട്? പണ്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ. വള 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 വർത്താനം പറയുന്ന ആരാണ്? അല്ല ഞാൻ. ഇതിനിപ്പോ ഞാൻ മറുപടി പറയേണ്ടി വരുമോ?
ഞാനാണ്. നീയാണ് തന്നെ. അടുത്താണ് പറയും. ചേട്ടൻ കുറച്ച് കുറവാണ്. ഞാൻ പറയണത് കേക്കും, ഒത്തിരി ഇങ്ങോട്ട് പറയാറില്ല. പറയാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ. ഓക്കെ, ഭാവി ലൈഫ് പ്ലാനിങ് കൂടുതലാക്കാണ്. അല്ല ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും. അല്ല ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ. ഓരോ ഇപ്പൊ അത് പ്രൊഫഷണൽ ലൈഫാണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ. എനിക്കും പ്ലാനിങ് ഉണ്ട്. ഞാനത് അങ്ങനെയല്ല നമ്മളിങ്ങനെ പറയില്ലേ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും പുള്ളിക്കാരിയുടെ കാര്യമാണ് വരുന്നത്. എനിക്കിപ്പോ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ അധികം ലൈക്ക് അതെപ്പോഴും സംസാരിക്കാനായിട്ട് നിൽക്കത്തില്ല. ചില കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് നടക്കാറുണ്ടെങ്കിലും ചിലത് ഒട്ടും ഞാൻ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. കാരണം മൂവി ഒന്നും എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. അതൊക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്ക് അങ്ങനെയൊന്നും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ചെയ്യാനൊന്നും പറ്റില്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ നല്ലൊരു ഓഫർ വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ എല്ലാം ടോമേട്ടൻ ഉണ്ടല്ലോ, ആ ടോമേട്ടനൊക്കെ വിളിച്ച് ചോദിച്ച സമയത്ത് ടോമേട്ടൻ പറഞ്ഞു പൊടി അടിപൊളിയാണ്, മിസ് ചെയ്യല്ലേ, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഇങ്ങോട്ട് വന്നതാണ്, എല്ലാവരും ഈ ഇപ്പോൾ ഒക്കെ ചാൻസ് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് കളയരുത്, നല്ല ഓപ്പർച്യൂണിറ്റീസ്, സേഫാണ്, പോയി ചെയ്തിട്ട് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. തെലുങ്ക് മൂവി. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ചെന്നു. ഫസ്റ്റ് ടേക്ക് ഞാൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് പറഞ്ഞു. സെക്കൻഡ് ടേക്ക് പോയപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പം എനിക്ക് ആകെ കോൺഷ്യസ് ആയി ഞാൻ. അപ്പം ഞാൻ ദൈവമേ പണി എല്ലാവരും നോക്കി നിൽക്കുകയാണല്ലോ. അപ്പം ഞാൻ ഒന്ന് അവർ ആക്ഷൻ പറയാൻ കാത്തിരിക്കായിരുന്നു കരയാൻ വേണ്ടിയിട്ട്. ആക്ഷൻ പറഞ്ഞു, ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വട്ടം എൻ്റെ കിളി പോയി മീൻസ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്നില്ല അത് ചെയ്യാൻ. ഞാൻ കരഞ്ഞ് നായകനൊക്കെ വന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. എന്നിട്ടും ഞാൻ അത് കഷ്ടപ്പെട്ട് പോയിട്ട് ബൈ ഹാർട്ട് ചെയ്ത്. ലാംഗ്വേജ് അറിയില്ലല്ലോ, തെലുങ്കാണല്ലോ, അത് അവര് തലേദിവസമൊക്കെ തരും വലിയ പാരഗ്രാഫൊക്കെ. അപ്പം ഞാൻ അത് നൈറ്റ് ഫുൾ ഡേ ഇരുന്ന് പഠിച്ച് നെക്സ്റ്റ് ഡേ പറഞ്ഞു. അപ്പോൾ മൂവി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് പോലും ഞാൻ ചെയ്തു. പിന്നെ കല്യാണം അല്ലെങ്കിൽ ഇതുപോലൊരു റോബിൻ ചേട്ടൻ വരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ കൺഫ്യൂഷൻ മൈൻഡിലായിരിക്കും, വേണോ വേണ്ടേ അങ്ങനെയൊക്കെ. പക്ഷെ അത് വന്നതെല്ലാം നല്ലതിനായിരുന്നു. ഒന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു, ആ ഡിസിഷൻ തെറ്റായി, അങ്ങനെ ഒന്നും എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചും കണ്ടും ഒരുപാട് വട്ടം ചിന്തിച്ചുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ എക്സ്പെക്ട് ചെയ്തതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതും എല്ലാം നല്ലതിനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോഷ്യൽ മീഡിയ താരങ്ങളായ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടെയും വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമായി. വരുന്ന 16-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. വിവാഹാഘോഷങ്ങളുടെ ചിത്രങ്ങൾ റോബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ലൈറ്റ് ലാവൻഡർ നിറത്തിലുള്ള ലഹങ്കയാണ് ആരതി ധരിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള കുർത്തയാണ് റോബിന്റെ വേഷം. 2 വർഷങ്ങൾക്ക് മുൻപായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ദിവസങ്ങൾ നീണ്ട വിവാഹാഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൽദി ചടങ്ങുകളോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം. വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും തനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആണെന്നും മറ്റുള്ളവരാണ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നും റോബിൻ പറഞ്ഞു. വിവാഹത്തിന് ശേഷം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു. 27-ലധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് താരം അറിയിച്ചത്. മുൻപ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കുകൾ റോബിനും ആരതിയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആരതി തനിക്കൊപ്പം നിന്നത് അത്ഭുതത്തോടെ റോബിൻ പറഞ്ഞിട്ടുണ്ട്. ആരതിക്ക് വേണമെങ്കിൽ മറ്റൊരാളെ ചൂസ് ചെയ്യാമായിരുന്നു, ഞാൻ എന്തിന് ഇയാൾക്ക് വേണ്ടി ഇതൊക്കെ സഹിക്കണമെന്ന് കരുതാമായിരുന്നു. പക്ഷെ ആരതി അതൊന്നും ചിന്തിച്ചില്ല. മാത്രമല്ല റോബിൻ വന്നതിന് ശേഷം വലിയ മാറ്റമാണ് തന്റെ ലൈഫിൽ ഉണ്ടായതെന്ന് ആരതി പറയുന്നു. താൻ കുറച്ചുകൂടി ബോൾഡായി, കുറച്ചുകൂടി സംസാരിക്കാൻ പഠിച്ചു, ആളുകളോട് കുറച്ചുകൂടി ഓപ്പണായി മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇതെല്ലാം ഒരു വലിയ പോസിറ്റീവ് കാര്യമായി തന്നെ ഇരുവരും പറയുന്നുമുണ്ട്.